കവാടത്തിൽ ഫ്രണ്ടിൽ സംഭവിക്കുന്നത് ഇതാണ്. ആ പ്രധാന കവാടം അവർ തുറന്നു. ആ പ്രധാന കവാടം തുറന്ന് പ്രവർത്തകർ ഉള്ളിലേക്ക് കയറുന്ന ദൃശ്യം. വലിയ ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കുകയാണ്. നൂറുകണക്കിന് പ്രതിഷേധക്കാരാണ് സർവകലാശാലയ്ക്ക് അകത്തേക്ക് ഇരമ്പിക്കയറുന്നത്. ഇപ്പോൾ അസാധാരണമായ സമരക്കാഴ്ചകൾ തന്നെയാണ് കേരള സർവകലാശാല ആസ്ഥാനത്ത് കാണാൻ കഴിയുന്നത്. പോലീസിന്റെ പ്രതിരോധം തകർത്തുകൊണ്ട് SFI പ്രവർത്തകർ സർവകലാശാല ആസ്ഥാനത്തേക്ക് ഇരമ്പിക്കയറുകയാണ്. VS അനു ചേരുന്നു. അനു, പോലീസിന്റെ പ്രതിരോധം വിലപ്പോയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കുറച്ചുനേരം ചെറുത്തുനിന്നെങ്കിലും പോലീസിനൊന്നും ചെയ്യാൻ സാധിച്ചില്ല. പ്രവർത്തകർ ഇതാ സർവകലാശാല ആസ്ഥാനത്തേക്ക് ഇരച്ചു കയറിയിരിക്കുന്നു. എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ലക്ഷ്മി, അസാധാരണമായ കാഴ്ചയാണ്. നമ്മൾ വിവിധ ഘട്ടങ്ങളിൽ സർവകലാശാലയുടെ വിവിധ ഘട്ടങ്ങളിൽ നമ്മൾ സമരങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഉണ്ടാകാത്ത തരത്തിൽ SFI പ്രവർത്തകർ സർവകലാശാലയുടെ പ്രധാന കവാടം തള്ളി തുറന്നുകൊണ്ട് വൈസ് ചാൻസലറുടെ ഒന്നാം നിലയിലേക്ക് പ്രവർത്തകർ എത്തിയിരിക്കുന്നു. തികച്ചും അസാധാരണമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഒരു നീക്കം SFI പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും സമരക്കാരുടെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ആദ്യമായി അങ്ങനെ പ്രധാന കവാടം തള്ളി തുറന്നുകൊണ്ട് SFI പ്രവർത്തകർ കേരളത്തിൻ്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കേരളത്തിലെ സർവകലാശാലയുടെ പ്രധാന കവാടം തള്ളി തുറന്നുകൊണ്ട് SFI പ്രവർത്തകർ വൈസ് ചാൻസലറുടെ ഓഫീസിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ പക്ഷേ ഗ്രില്ലുണ്ട്. ആ ഗ്രില്ല് കൊണ്ട് തടഞ്ഞ് അതിനകത്തേക്ക് ഡയറക്ടറുടെയും VC-യുടെയും ഓഫീസിലേക്കുള്ള പ്രവേശനം തടഞ്ഞിരിക്കുന്നു. പക്ഷേ ഇങ്ങനെ ഒരു കാഴ്ച 10-15 വർഷമായി തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകർ വിവിധ സമരങ്ങൾ നമ്മൾ ഈ സർവകലാശാലയിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ ഒന്നും ഉണ്ടാകാത്ത ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ ചെറിയൊരു വാക്ക് തർക്കം ഉണ്ടാകുന്നതാണ് നമ്മൾ കാണുന്നത്. അത് പോലീസ് തന്നെ ഇടപെട്ടുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെയധികം സംയമനത്തോടു കൂടിയാണ് പോലീസ് ഇക്കാര്യത്തിൽ പെരുമാറുന്നത്. ഏതെങ്കിലും തരത്തിലൊരു സംഘർഷാവസ്ഥയിലേക്ക് അവർ നീങ്ങുന്നില്ല. ലാത്തിചാർജ് പോലെയുള്ള സമരങ്ങളിൽ അല്ലെങ്കിൽ പ്രതിരോധത്തിലേക്ക് അവർ നീങ്ങുന്നില്ല. അവർ പ്രവർത്തകരെ പരമാവധി സംയമനം പാലിച്ചുകൊണ്ട് ഇവിടുന്ന് മാറ്റാനുള്ള ശ്രമമാണ് പോലീസ് ആദ്യഘട്ടം മുതൽ സ്വീകരിക്കുന്നത്. ഏതായാലും പ്രവർത്തകർ